പക്ഷെ അത് നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ഇത്ര വർഷം പഴക്കമുള്ള വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ ഇതൊരു പുതിയ അറിവാണ്. നമ്മളിതെല്ലാം കീപ്പ് ചെയ്യണം എന്നുള്ളത്. കാര്യം ഇതിപ്പോൾ രണ്ടാമത്തെ സെർച്ചാട്ടോ, ഇത് ഫസ്റ്റ് ടൈം അല്ല. നവംബർ മാസം, കഴിഞ്ഞ 6 മാസം മുമ്പ് നവംബർ മാസം ഇതേപോലെ തന്നെ വന്ന് കസ്റ്റംസ് വന്നു, സെർച്ച് ചെയ്തു, ഇതേപോലെ സമൻസ് വന്നു, നമ്മൾ ഡോക്യുമെന്റ്സ് ആയിട്ട് എല്ലാം ആയിട്ട് ചെന്നു, സബ്മിറ്റ് ചെയ്താണ് എല്ലാ വാഹനത്തിന്റെ ആ വർക്ക്ഷോപ്പിൽ കിടന്ന വാഹനങ്ങളുടെ എല്ലാം. എന്നിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് വണ്ടികളൊന്നും പണിയരുന്ന് പറഞ്ഞ് ആ വണ്ടികൾ പണിയാതിട്ടേക്കായിരുന്നു. നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടേ കൊടുത്താണ്. അപ്പൊ ആ സമയത്ത് പിന്നെ അവര് വിട്ടു. പക്ഷെ ഇന്നലെ വീണ്ടും വന്ന് പിടിച്ചു, വീണ്ടും അത് സീസ് എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഗവൺമെന്റ് കാര്യമാണ്. ഈ സമരത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ പറഞ്ഞ വണ്ടികൾ ഇപ്പൊ TN01, UP, MH01, KL65, KL47J ഈ വണ്ടികൾ ഗരാജിൽ കിടക്കുന്ന വാഹനങ്ങൾ എന്റെ കെയർ ഓഫിൽ നിന്നാണ് അവരവിടെ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതിന്റെ ഡോക്യുമെന്റ്സ് ഈ പറയുന്ന പിന്നെ ഒന്നുകൂടി ഉണ്ട്. ഇപ്പൊ ഇന്നലെ ഇവിടെ നിന്ന് കൊണ്ടുപോയ, എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ മലബാർ ഗോൾഡിന്റെ ആണെന്ന് അതിന്റെ ഓർഡറിന്റെ KL55 ലെക്സസിന്റെയും പിന്നെ എന്റെ ലാൻഡ് ക്രൂസറിന്റെയും അവരെ സീഷർ ചെയ്ത് മീൻസ് അവരുടെ കസ്റ്റഡി ഉള്ളതിന്റെ ഒരു പേപ്പർ ഉണ്ട്. ഈ ഡോക്യുമെന്റ്സ് ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ കെയർ ഓഫിലായതുകൊണ്ട് ഞാൻ അത് ഓപ്പറേഷൻ നുംഖോറുമായി ബന്ധപ്പെട്ട അമിത് ചക്കാലക്കൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കൊണ്ടുപോയ വാഹനങ്ങൾ പലതും സ്വന്തമല്ല, തൻ്റെ നിർദ്ദേശപ്രകാരം മറ്റ് സുഹൃത്തുക്കൾ അത് പണി ചെയ്യാനായി കൊണ്ടുവന്ന വാഹനങ്ങളാണ് അടുത്തുള്ള ഗ്യാരേജിൽ നിന്നും കൊണ്ടുപോയതെന്നാണ് അമിത് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നു.